റൈറ്റ് ഹാൻഡ് ഫ്യൂച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വിശാഖ് സാറാണ്. നമസ്കാരം സാർ. സാർ കടന്നു വന്ന വഴികളെക്കുറിച്ച് അറിയുവാനായി നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ കടന്നു വന്ന വഴികളെന്ന് പറയുന്നത്, എൻ്റെ ആദ്യകാലം എന്ന് പറയുന്നത് തെരുവിലിരുന്ന് കൈകൾ നോക്കുന്ന ഒരു ജോലിയായിരുന്നു. അതിനുശേഷം അലക്സ് എന്ന ഒരു പാട്ടുകാരൻ എന്നിലെ കഴിവുകൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ അലക്സ് അഞ്ജന എന്ന് പറഞ്ഞൊരു ബ്ലോഗിലൂടെയാണ് എന്നെ കൂടുതൽ ജനങ്ങൾ അറിയുകയും അതിലൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരാളാവാൻ കഴിഞ്ഞതും. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അദ്ദേഹത്തിനാണ്. സാർ വിളിച്ചാൽ പലപ്പോഴും ഫോൺ എടുക്കാറില്ല. അതിൻ്റെ കാരണം എന്താണ്? സാറ് ഇഗ്നോർ ചെയ്യുന്നതാണോ മനഃപൂർവ്വം? ഒരിക്കലും അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് മാത്രമേ ഞാൻ ഫോൺ എടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന രണ്ട് പേരുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാൽ സാറുണ്ട്, മമ്മൂട്ടി സാറുണ്ട്. ഈ കാലഘട്ടത്തിൽ അവർക്ക് പബ്ലിക്കിന് കൊടുക്കാനില്ലാത്തത് സമയമാണ്. സാധാരണക്കാരനായ എനിക്കും സമയമാണ് ഇല്ലാത്തത്. പിന്നെ എന്നിലേക്ക് ആരും വരണ്ട. ഞാൻ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചിന്തകൾ എപ്പോഴും. മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ദൈവതുല്യനാണ്. സാർ ഇതുവരെയായിട്ട് എത്ര പേരുടെ പാം റീഡിങ് ചെയ്തിട്ടുണ്ട്? ഞാനൊന്നും അങ്ങനെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുടെ പാം റീഡിങ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്കൊരു കഴിവായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് മറ്റുള്ളവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുഞ്ഞുനാളിലെ ഈ കൈ നോക്കുകയും മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങൾ എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ദൈവം ആ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും എൻ്റെ ഒരു കഴിവായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. സാർ ഭാവി പ്രവചനം നടത്തിയതിനു ശേഷം സാറിനെ ആരെങ്കിലും തിരിച്ചു വിളിച്ചിട്ടുണ്ടോ? ഭാവി പ്രവചനങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ വളരെ അപൂർവം പേര് മാത്രം നമ്മളെ വിളിച്ച് പ്രശംസിക്കുകയും നിങ്ങൾ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് ജോലി കിട്ടി, വീടുണ്ടാവുമെന്ന് പറഞ്ഞ് വീടുണ്ടായി. അത് വളരെ അപൂർവം പേര് മാത്രമേ ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾ കുറച്ച് പേര് മാത്രമേ ഇത് പറയത്തുള്ളൂ. പക്ഷേ ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ആവശ്യം കഴിഞ്ഞു, അത് നേടിക്കഴിഞ്ഞ് പിറ്റേ വർഷം അവർ അതേ ഹോട്ടലിൽ വരുമ്പോൾ ആദ്യം അവർ എന്നെ വിളിപ്പിക്കുകയും എനിക്ക് അവർ ഗിഫ്റ്റ് തരികയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഹസ്തരേഖാ ശാസ്ത്രത്തിൽ എന്തുമാത്രം സത്യമുണ്ട്? ഹസ്തരേഖാ ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സത്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കൈരേഖകളിലല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരാളുടെ കയ്യിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോ മറ്റുമൊക്കെ പ്രവചിക്കാനുള്ള ഒരു വളരെ ചെറിയ കഴിവുകൾ മാത്രമേ എനിക്കുള്ളൂ. ഇത് എനിക്ക് മാത്രമല്ല മറ്റെല്ലാ പേർക്കും കിട്ടുന്നതാണ്. ഇതെൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പ്രവചിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയാണ് പ്രവചിക്കാൻ പറ്റണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഒരാളുടെ തമ്പിം ബ്രഷ് മാത്രം മതി. ഒരാളുടെ തമ്പിം ബ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ അപ്പൻ ആരാണ്, അയാളുടെ അമ്മ ആരാണ്, അയാൾ ചെയ്യാൻ കഴിഞ്ഞ ജന്മത്തിൽ ബാക്കി വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമുക്കിപ്പം ഏട് നോക്കി കണ്ടുപിടിക്കാമെന്നുള്ള സൗകര്യങ്ങൾ ഇപ്പം ധാരാളം ഇവിടെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുഞ്ഞുനാളിലേ തൊട്ട് ഇങ്ങനെ കൈ നോക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ക്രൈസായിട്ടാണ് ഞാൻ കാണുന്നത്. സർ, ഈ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ആത്മാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. സാർ സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സംസാരിക്കാനായിട്ട് കഴിയുമോ? അതിന് വഴിയുണ്ട്. സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും. സാധാരണയായിട്ട് ഈവനിങ് 6 to 7 സമയത്ത് ഞാൻ ഫ്രീ ആണ്. ആ സമയത്ത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കും. അത്യാവശ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. എനിക്കങ്ങനെ ഒന്നും അറിയത്തില്ല. എൻ്റെ ഫോൺ നമ്പർ 9447343937 ആണ്. ഇനി ആ നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ 9207443937 എന്ന നമ്പറിൽ വിളിച്ചാലും എന്നെ കിട്ടുന്നതായിരിക്കും. ഞങ്ങളോടൊപ്പം സാറിന്റെ വിലപ്പെട്ട സമയം പങ്കുവച്ചതിൽ നന്ദി.